ഡോക്ടർ വർമ്മയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം തീരെ പ്രതീക്ഷയില്ലാത്ത മട്ടിലാണ് സംസാരിച്ചത്. ലാഡിയ ഇങ്ങനെ വിഷമിക്കുന്നതിൽ കാര്യമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഓൾ ഫേറ്റ്. ശരിയായിരിക്കാം, പക്ഷേ വളരെ ക്രൂരമല്ലേ? ടിനുവിന്റെ കഥ അറിയാഞ്ഞിട്ടാണ്. ടിനു അവന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേട്ടിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. മണിക്കൂറുകളോളം ടിനു അമ്മയോട് സംസാരിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഞാനുമായി പരിചയപ്പെട്ട ശേഷം ടിനുവിന്റെ അമ്മ ഞാനായി. അതിനു മുമ്പ് ടിനുവിന്റെ അമ്മ ആരായിരുന്നു എന്നറിയോ? ആരോ സമ്മാനിച്ച ഒരു പാവ. അയ്യോ, അശ്വതിക്കുട്ടിയാണല്ലേ? എനിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ കൂടുതലാ. കൊളസ്ട്രോൾ കൂടിയാ ഉറക്കം വരും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അല്ല, അശ്വതിക്കുട്ടിക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? അങ്കിളിനെ ഈ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. ഇത് അംബാസഡർ അല്ലേ? അങ്കിളിന് കോൺഗ്രസ് ഓട്ടാനേ അറിയൂ. ഇത് കോൺഗ്രസ് മോളെ, മോൾക്ക് രാഘവേട്ടം പഠിപ്പിച്ചുതരാം. പിന്നെ മോൾക്ക് പ്ലെയിൻ ഓടിക്കാനും പഠിപ്പിച്ചുതരാം. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചോ. അത് പിന്നെ രാഘവേട്ടന്റെ അച്ഛൻ ദിവാനായിരുന്നു. ദിവാന്റെ മോനായതുകൊണ്ട് DMO. ദിവാന്റെ മോൻ ഓൺ പ്രൊഡക്ഷൻ DMO. കളിപ്പിച്ചോ. ഞാനൊരു ഭാവമായതുകൊണ്ടല്ലേ. മീററ്റിലെ മെഡിക്കൽ ഏജൻസീസുമായിട്ട് എഗ്രിമെന്റ് ആയിട്ടുണ്ട്. സ്റ്റെറിലൈസേഷന്റെ ഓർഡർ നമുക്ക് ഈ ആഴ്ച തന്നെ കൊടുക്കാം. നമ്മുടെ ഓഫീസിന്റെ ഫർണിഷിംഗ് ഒക്കെ എന്തായി? 2-3 ദിവസം കൂടി എടുക്കും. തോമസിനൊന്ന് പോയി നോക്കിക്കൂടെ? ഓ, അതൊന്നും വേണ്ടെന്നേ. അതെല്ലാം ഹുസൈൻ തന്നെ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഓഫീസ് ഇനാഗറേഷന് ഡോക്ടർ ഐസക്കിനെ തന്നെ വിളിക്കണം. അത് വേറൊരു ബിസിനസ് ലൈനാണ്. അല്ല, തോമസേട്ട് ഇവിടെ തന്നെ ഇരിക്കുക. ഇന്ന് ലയൻസിന്റെ ഗെറ്റ് ടുഗദർ അല്ലേ, പോകണ്ടേ? ഷോ, ആ കാര്യം അങ്ങോട്ട് വിട്ടുപോയി. നമ്മൾ എന്നില്ലെങ്കിൽ ഭയങ്കര ഫീലിങ്സ് ആണ്. വാ, നമുക്ക് പോവാ. താൻ പോണ കാര്യം എനിക്കറിയാം. എന്തറിയാം? താനാ ഷീലാ മാത്യുവിനെ കാണാൻ പോവല്ലേ? ചെല്ലേ. ഞാൻ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ടിനുവിനെ രക്ഷപ്പെടുത്തായിരുന്നു ഐസക്. പ്ലീസ് ലാഡിയ, ഡോണ്ട് ഗിവ് ഇൻ യുവർസെൽഫ്, പ്ലീസ്. ടിനുവിന്റെ കഥ കേട്ടിട്ട് ടീച്ചർ ഒന്ന് കരഞ്ഞതുപോലും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ക്ലാഡി മോള്. ടീച്ചറിന് കരയാനുള്ള കഴിവ് എന്നേ കൈമോശം വന്നുപോയി. ഗ്ലാഡിമോൾക്ക് ഇനി എത്ര കാലം കരയാം? ഒരു പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ. മോളുടെ കണ്ണീരെങ്കിലും വറ്റാതിരിക്കട്ടെ. മോൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? മോള് ടീച്ചറെ നോക്ക്. ടീച്ചറിന് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നുവെന്ന് മോള് അത്ഭുതപ്പെടുന്നുണ്ടാവും. കേൾക്കണമെങ്കിൽ ടീച്ചർ അത് പറയട്ടെ. വേണ്ട ടീച്ചർ, പറയണ്ട ടീച്ചർ. കാപ്പി കുടിക്കാം, വരൂ. താൻ എന്തിനാ ഈ ചെറുപ്രായത്തിൽ നാടകം നന്നാക്കാൻ നടക്കണേ? സേവനമൊക്കെ ശരി തന്നെ, പക്ഷെ ഇതൊരു ബിസിനസ് കൂടിയല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഫ്രണ്ട്ലി ആയി വേറെന്തെങ്കിലും സംസാരിച്ചൂടെ? ഓ, ഇത് പിന്നെ ഫ്രണ്ട്ലി അല്ലേ? ഞാൻ തന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈ നഴ്സിംഗ് ഹോം ഒക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് അബ്കാരി ലേലം വിളിക്കാൻ പോകാൻ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് തോമസിന്റെ സജഷൻ. ഓഹോ, അത് ശരി. താൻ ആളെ കളിയാക്കിയിരുന്നല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. തോമസ് അപ്പച്ചനെ കണ്ടില്ലല്ലോ. അപ്പച്ചൻ ഒരു കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവും തുടങ്ങാൻ. ഞാനൊരു ലാർജ് പിടിപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്നാലും ഒന്ന് പോയി നോക്കാം. ചെല്ല്.
കടപ്പുറത്ത് വന്നിരിക്കും. ഒറ്റയ്ക്ക് കടലിൽ നോക്കിയിരുന്ന മനസ്സിന് എന്ത് ആശ്വാസമാണെന്നറിയോ? യോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഏയ്, ഞാനും ഐസക്കിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 1-2 പ്രാവശ്യം ഐസക്കിനെ വിളിച്ചു. ആരോടും ഒന്നും സംസാരിക്കാനില്ലായിരുന്നപ്പോ ഐസക്കിനെ വിളിക്കണമെന്ന് തോന്നി. ദാറ്റ്സ് ആൻ ഐഡിയ. വല്ലപ്പോഴും ഒക്കെ വെറുതെ എന്തെങ്കിലും സംസാരിക്കുന്നത് ഒരു രസമാണ്. ചേട്ടൻ നോവൽ വായിക്കുന്നേ? നോവല പത്രാഫീസല്ലേ ഞാൻ നടത്തുന്നത്. വെറുതെ ഒന്ന് കൊച്ചു വർത്താനം പറയാതെ വല്ലതും പഠിക്കാൻ നോക്ക്. അതെ, ഈ ഗ്ലാഡിയ ഇല്ലേ, ഗ്ലാഡിയ. ഗ്ലാഡിയോ? ആ ഗ്ലാഡിയ, നമ്മുടെ ഗ്ലാഡിയ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ നിന്റെ പാട്ട് പോകാൻ നോക്ക്. ഓ, ഗ്ലാഡിയ ചേച്ചിന്ന് വിളിക്കാഞ്ഞിട്ടാണോ? എന്നാ ശരി, ഗ്ലാഡിയ ചേച്ചി. ചേച്ചിന്ന് വിളിക്കാൻ മാത്രമൊന്നുമില്ല. എന്താ നിന്റെ ഭാവം? ഏയ്, ഒരു ഭാവമില്ല, വെറുതെ. നീ നിന്റെ കോളേജ് സ്റ്റൈലൊന്നും എന്റെ അടുത്ത് ഇറക്കരുത്. ആ, എന്നാ വേണ്ട, ഞാൻ ഫാമിലി സ്റ്റൈലില് അപ്പച്ചനോട് പറഞ്ഞ് അമ്മച്ചിയോടും പറഞ്ഞ് ഉടനെ എടി പെണ്ണെ, വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ അമ്മച്ചി എന്റെ പിന്നിൽ നിന്ന് മാറുന്നില്ല. നീ എനിക്കിട്ട് വേല വെച്ച ഉടനെ ഞാൻ നിന്റെ കല്യാണം നടത്തും. ഹായ്, എന്തൊരു ഐഡിയ. നല്ല ചേട്ടൻ. ആ, കൊഞ്ചാതെ പോയിരുന്ന് പഠിക്ക്. ആ, ചെല്ല് ചെല്ല്. മയിൽ വാഹനം ഇരിപ്പുണ്ടല്ലോ പറഞ്ഞ പോലെ. അല്ല, എന്തിനാ ഓടി മെനക്കിടുന്നത്? വെറുതെ സമയം കളയാൻ. ഇന്ന് ഇവനാകാം. അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പച്ചാ, സൈക്കിൾ ഓട്ടാൻ പഠിക്കാനുള്ളതാ. ഇതാ നോക്കുന്നത്. കണ്ണു കാണാൻ പാടില്ലടൂ. എനിക്ക് നിങ്ങൾക്കോ മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചു പോരാഞ്ഞിട്ട്? ഞാൻ ആരാണെന്ന് എനിക്കറിയാവോ? ആരായാലും വേണ്ടില്ല, മന്ത്രി ഒന്നല്ലല്ലോ. ആ, കുറച്ച് കഴിയുമ്പോൾ വിവരം അറിയും. ആ, അതവിടെ കിടക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. എന്താ വേണു? സൈക്കിൾ കൊണ്ടുവന്ന് ദേഹത്ത് ഇടിച്ചിട്ട് മൂപ്പിൽ വലിയ ന്യായം പറയുന്നു. സാരമില്ല, വേണു പൊയ്ക്കോളൂ. എന്ത് പറ്റി സാറേ? എന്തുണ്ടായി? ഒന്നുമില്ല. ഞാൻ അന്ന് തന്നോട് പറഞ്ഞു, അയാൾ ഇന്ന് എന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. തോമസ് സാറ് വരുന്ന വഴിയാ? അല്ല, പോണ വഴി. താനാ ചോദിക്കാൻ? താൻ തന്നെ പണി നോക്കണോ? അപ്പൊ പോണ വഴിയാണല്ലേ? ദിൽസാണല്ലോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഏക് തുജേ കെ ലിയേ. ഓ, അപ്പൊ DMO സാറ് ഏക് തുജേ കെ ലിയേ വലിക്കുള്ളൂ അല്ലേ? എൻഫീൽഡിന്റെ ഫോറിനല്ലേ? ഞാനൊന്ന് ഓടിച്ചു നോട്ടെ. വേണ്ട, താൻ കാർ ഓടിച്ചാ മതി. സാർ അകത്തോട്ടല്ലേ? അകത്തെല്ലാവരും അപ്രതീക്ഷിതമായി കാത്തിരിപ്പുണ്ടാവും. അതിന് തന്റെ ശുപാർശയൊന്നും വേണ്ട. വേഗം ചെല്ല്. ഇതെന്ത് വണ്ടി? നമ്മൾ എത്ര വണ്ടി ഓടിച്ചതാ. മോറീസ് മൈനർ, ടയോട്ട, വോക്സ്വാഗൻ, ഡാറ്റ്സൺ, ഡോബർമാൻ, മാച്ച്ലെസ്, ബുൾഡോസർ വരെ. പിന്നല്ലേ